നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 3 മാസം പ്രായമായ കുഞ്ഞും മറ്റൊരു വീട്ടമ്മയും മരിച്ചു. റേഷൻ കടകൾക്ക് ഇന്ന് ഉച്ചവരെ അവധി. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് ഒരുക്കുന്ന വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ചുരത്തിൽ ഗതാഗത തടസ്സം പതിവാകുന്നു. മരണ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞും വീട്ടമ്മയുമാണ് മരിച്ചത്. ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദീഖിൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞ് കഴിഞ്ഞ 28 ദിവസത്തെ ചികിത്സയ്ക്കിടയിലാണ് മരണത്തിന് കീഴടങ്ങിയത്. കണ്ണമംഗലം ചേറൂർ കാപ്പിൽ 6-ാം വാർഡിൽ താമസിക്കുന്ന കണ്ണേത്ത് മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ റംലയാണ് 1.5 മാസത്തെ ചികിത്സയ്ക്കിടെ മരിച്ച രണ്ടാമത്തെ ആൾ. ജൂലൈ 7-ന് രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ചികിത്സ തേടുകയായിരുന്നു. എന്നാൽ രോഗം ഭേദമാവാതെ ആയതോടെ ആഗസ്റ്റ് 1-ന് തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും ആഗസ്റ്റ് 2-ന് വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. സംസ്ഥാനത്ത് 8 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് ചൊവ്വാഴ്ച ഉച്ചവരെ അവധി. സെപ്റ്റംബറിലെ റേഷൻ വിതരണം ആരംഭിക്കാൻ AEPDS ക്രമീകരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കടകൾ തുറക്കൂവെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് ഒരുക്കുന്ന വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി റോഡരികിലാണ് ഭവന പദ്ധതി ഒരുങ്ങുന്നത്. 11 ഏക്കറിൽ 105 കുടുംബങ്ങൾക്കാണ് വീടൊരുക്കുന്നത്. ഒരു കുടുംബത്തിന് 8 സെൻറ്റിമീറ്ററിൽ 1000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ 3 മുറിയും അടുക്കളയും മറ്റു സൗകര്യങ്ങളും ഉണ്ടാവും. 1000 സ്ക്വയർ ഫീറ്റ് പിന്നീട് കൂട്ടിച്ചേർക്കാവുന്ന തരത്തിലായിരിക്കും വീടൊരുക്കുക. 8 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. നിർമ്മാൺ കൺസ്ട്രക്ഷൻ, മലബാർ ടെക് കോൺട്രാക്ടേഴ്സ് എന്നിവർക്കാണ് നിർമ്മാണ ചുമതല. ആർക്കിടെക്ട് ടോണിയുടെ നേതൃത്വത്തിലുള്ള സബതി ആർക്കിടെക്റ്റാണ് ഭവന പദ്ധതിയുടെ പ്ലാൻ തയ്യാറാക്കുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം പതിവാകുന്നു. തിങ്കളാഴ്ച രാവിലെ 8-ാം വളവിൽ ലോറിയും പിക്കപ്പും കുടുങ്ങി ഏറെ നേരം ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. താമരശ്ശേരി ചുരം 8-ാം വളവിന് സമീപം എഞ്ചിൻ തകരാറിലായതിനെ തുടർന്നാണ് ലോറി കുടുങ്ങിയത്. ഇതിന് തൊട്ടുതാഴെ പിക്കപ്പ് ബ്രേക്ക് ജാമായി കുടുങ്ങിയതോടെ കഴിഞ്ഞ ദിവസം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. പിന്നീട് ഒറ്റ വരിയായാണ് വാഹനങ്ങൾ കടന്നുപോയത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പോലീസും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുമാണ് ഗതാഗതം നിയന്ത്രിച്ചത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് താറുമാറായിരുന്ന ഗതാഗത സംവിധാനം പൂർണ്ണമായി പഴയ നിലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വാഹനങ്ങളുടെ തകരാറും മറ്റും മൂലം ഭാഗിക ഗതാഗത തടസ്സമുണ്ടാകുന്നത്. മരണം. കാരശ്ശേരി കളത്തിങ്ങൽ പരേതനായ ഉണ്ണിച്ചേക്കുവിൻ്റെ ഭാര്യ ഖദീസ അജുമ്മ നിര്യാതയായി. മക്കൾ കളത്തിങ്ങൽ മുഹമ്മദ്, അബ്ദുറഹ്മാൻ, കെ മുഹമ്മദ് ഹാജി, കെ അബ്ദുറസാഖ്, അബ്ബാസ്, അബ്ദുസലാം, സൈനബ, അസ്മാബി. മയ്യിത്ത് നിസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കാരശ്ശേരി ജുമാ മസ്ജിദിൽ നടന്നു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.